സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പ്രതിസന്ധിയിലൂടെയാണ് നായർ സമൂഹം കടന്നുപോകുന്നതെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ. രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ജനസംഖ്യയിൽ കുറവായ നായർ സമൂഹത്തെ അവഗണിക്കുന്നുവെന്നും ശക്തമായ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഈ അവഗണനയെ പിന്തള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈറേഞ്ച് NSS യൂണിയന്റെ 55ാമത് വാർഷിക പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുണ്ടിയരുമ NSS ആസ്ഥാനത്ത് വെച്ചാണ് പൊതുയോഗം സംഘടിപ്പിച്ചത്. യുവജനങ്ങളെയും ബാലികാ ബാലന്മാരെയും സംഘടനയോട് ചേർത്ത് നിർത്തുവാനുള്ള കർമ്മ പരിപാടികൾക്ക് പൊതുയോഗം രൂപം നൽകി. ഒക്ടോബർ 11 താലൂക്ക് യുവജന സമ്മേളനം നടത്തുന്നതിനും കരയോഗ പ്രവർത്തനത്തിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും യോഗം തീരുമാനിച്ചു. കൂടാതെ എല്ലാ കരയോഗങ്ങളിലും മന്നം ബാലസമാജങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും 4 മാസത്തിനുള്ളിൽ ബാലസമാജത്തിന്റെ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ അധ്യക്ഷതയിൽ കൂടിയ യോഗം യൂണിയൻ ജനറൽ സെക്രട്ടറി PT അജയൻ നായർ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പ്രതിസന്ധിയിലൂടെയാണ് നായർ സമൂഹം കടന്നുപോകുന്നതെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ പറഞ്ഞു. ഇന്ന് നായർ സമുദായ അംഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു നിലയിലേക്ക് ഒരു വ്യക്തിക്ക് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കും. ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ബാധകം. നമ്മൾ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ആ സ്ഥാനത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ മണ്ഡലത്തിൽ പരിപൂർണമായി പരാജയപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും. തുടർന്ന് സാമൂഹിക സംഘടനാ വിഷയങ്ങളിലുള്ള പ്രമേയം യോഗം പാസാക്കി. യോഗത്തിൽ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ PC സന്തോഷ് കുമാർ, KV അജയ്കുമാർ, ഹരി S നായർ, KK ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഭരണസമിതി അംഗങ്ങളായ KN സുകുമാരൻ നായർ, PB പ്രഭാകരൻ നായർ, GN സുരേഷ് കുമാർ, K ശശികുമാർ, ഉത്തമൻ നായർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.